ഡിഫെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതേപോലെയാണ് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും. ചിലത് വളരെ എളുപ്പത്തിൽ നമുക്ക് സുഗമമായിട്ട് നമുക്ക് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലത് നമുക്ക് ശ്രദ്ധിച്ച് ബാക്ക് ഫുട്ടിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ആയിരിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ചിലത് നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് നമുക്ക് അറിയാമെങ്കിൽ പോലും ചില ഫോർമുലകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സമയം കൂടുതൽ എടുക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും പ്ലേ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടായിരിക്കണം നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് വരേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മൺഡേ 8:30 ദർശന യൂട്യൂബ് ചാനലിലൂടെ മീറ്റ് ചെയ്യാം. ഓക്കെ. Sachin Ramesh Tendulkar on the rise, standing tall, covers ke taraf se. മാച്ച് കണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങളിവിടെ ശ്രദ്ധിച്ചായിരുന്നോ? ബാറ്റ്സ്മാൻ സെലക്ട് ചെയ്യുന്ന ഓരോ ഷോട്ടും ബോളർ റിലീസ് ചെയ്യുന്ന ബോളിനനുസരിച്ചാണ്. ചില ബോളുകൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില ബോളുകൾ ബാറ്റ്സ്മാന് ബാക്ക് ഫുട്ടിൽ കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ചിലത് അവിടെ ഡിഫെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതേപോലെയാണ് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും. ചിലത് വളരെ എളുപ്പത്തിൽ നമുക്ക് സുഗമമായിട്ട് നമുക്ക് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലത് നമുക്ക് ശ്രദ്ധിച്ച് ബാക്ക് ഫുട്ടിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്കായിരിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ചിലത് നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് നമുക്ക് അറിയാമെങ്കിൽ പോലും ചില ഫോർമുലകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സമയം കൂടുതൽ എടുക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും പ്ലേ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടായിരിക്കണം നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് വരേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മൺഡേ 8:30 ദർശന യൂട്യൂബ് ചാനലിലൂടെ മീറ്റ് ചെയ്യാം. ഓക്കെ. Hi dear students, good evening all of you. So in this evening we can go through 60 questions, 60 booster questions in 60 minutes in B and F block elements.
ഇനോർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ എപ്പോഴും കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, സാറേ തിയറി പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. ഈ ഒരു കാര്യം ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ള ഫോർമുല അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള സൊല്യൂഷൻ ഇതാണ്. തിയറി പഠിക്കേണ്ടത് തിയറി ആയിട്ടും ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആയിട്ടും എന്നുള്ള ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ ആദ്യം മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തിയറി ആയിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ഓയിലും വാട്ടറും ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഈ ഒരു എക്സാമ്പിൾ മാത്രമേ അതിന് പറയാനുള്ളൂ. ഇതിന് പകരം ഞങ്ങളുടെ കയ്യിലുള്ള ഫോർമുല ഇതാണ്. തിയറി പഠിക്കേണ്ടത് എപ്പോഴും ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കണം, പ്രത്യേകിച്ച് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കാര്യത്തിൽ. ഈ ഒരു കാര്യം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് ഡി ആൻഡ് എഫ് ബ്ലോക്കിലൂടെ നമ്മൾ പോകുന്നത്. സോ വി ക്യാൻ ഗോ ത്രൂ this. First, our periodic table in our D block elements. In our periodic table, we can see that these D block elements are placed in between S and P block elements from group 3 to group 12 and from period 4 to 7 in our recent periodic table. So here we can see that the group third, that is the first transition series which is also called as a 3D series. 3D transition series is starting from scandium to zinc, that is from atomic number 21 to 30. കാണാമല്ലോ സ്ക്രീന്? യെസ്. Similarly, our second transition series അഥവാ 4D series, that is valence electrons are accommodated to 4D atomic orbitals, that is starting from yttrium to cadmium, that is from atomic number 39 to 48. Similarly, the third transition series അഥവാ 5D series, 6D series starting from lanthanum to mercury, that is from atomic number 57 to 80. Similarly, actinium to copernicium. So here we can see that in this D block elements, this group 12 elements which is considered as a pseudo transition elements, that is especially zinc, cadmium, mercury, copernicium recent ആയിട്ട് കണ്ടുപിടിച്ചതാണ്. എക്സ്പെഷ്യലി അക്കോർഡിംഗ് ടു അവർ NCERT സിലബസ് നമുക്കറിയാം സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അതിന്റെ കാരണം നമുക്കറിയാം, ഡ്യൂ ടു ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി അറ്റോമിക് ഓർബിറ്റൽസ്. Similarly, in our 11th group, that is copper, silver, gold, coinage metals ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു പ്രത്യേകതയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി നോക്കിയാലോ? Z is equal to 39 to Z is equal to 48. Z 39 atomic number ആണ് സൂചിപ്പിക്കുന്നത്. Atomic number 39 to 48. Which transition series? സാറേ
ഹായ് ഡിയർ സ്റ്റുഡൻസ്, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ അവിടെ വന്നായിരുന്നു. യെസ്, ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം മറക്കരുത്, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് 12 വരുമ്പോഴത്തേക്കും സിങ്ക്, കാഡ്മിയം, മെർക്കുറി നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് 11 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ് നമ്മൾ കോയിനേജ് മെറ്റൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് എലമെന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എക്സ്പെഷ്യലി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 4th പീരീഡ് തൊട്ട് 7th പീരീഡ് വരെയാണ് റീസെന്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിൽ. 4th പീരീഡിൽ വരുന്ന ട്രാൻസിഷൻ എലമെന്റ്സിനെയാണ് നമ്മൾ 3D സീരീസ് എന്ന് വിളിക്കുന്നത്. കാരണം വാലൻസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് 3D അറ്റോമിക് ഓർബിറ്റലിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 3D സീരീസ് വരുന്നത്, 3D സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ 4th പീരീഡിൽ വരുന്ന ആൾക്കാർ 4th പീരീഡിൽ വരുന്നതിന് 3D സീരീസ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ 5th പീരീഡിൽ വരുന്നതിനെ 5th പീരീഡിൽ വരുന്നതിനെ 4D സീരീസ് എന്ന് വിളിക്കുന്നു. 6th പീരീഡിൽ വരുന്നതിനെ 5D സീരീസ് എന്ന് പറയുന്നു. അതുപോലെ 7th പീരീഡിൽ വരുന്നതിനെ 6D സീരീസ് എന്ന് പറയുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ് എന്ന് കൺസിഡർ ചെയ്യുന്നതിന്റെ റീസണും കൂടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി നമുക്കിതിന്റെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഓർത്തിരുന്നോണം, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അറ്റോമിക് നമ്പർ 21 തൊട്ട് 30 വരെ, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് അറ്റോമിക് നമ്പർ 39 തൊട്ട് 48 വരെ, തേർഡ് ട്രാൻസിഷൻ സീരീസ് അറ്റോമിക് നമ്പർ 57 തൊട്ട് 80 വരെ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുപോലെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന്റെ കേസിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പ്രത്യേകം ഓർത്തോണം. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രോമിയത്തിന്റെ കേസിലും കോപ്പറിന്റെ കേസിലും വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ക്രോമിയത്തിന്റെ കേസിൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 4s1 3d5. കോപ്പറിന്റെ കേസിലും അതേ പ്രത്യേകത തന്നെ. അതേപോലെ തന്നെ സിങ്കിന്റെ കേസിലുള്ള പ്രത്യേകതയും മനസ്സിലൊന്ന് ഓർത്തോണം. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി അറ്റോമിക് ഓർബിറ്റൽ 4s2 3d10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്, സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സീരീസിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറഞ്ഞ ആളെ ഉൾപ്പെടുത്തുന്നത്. കോപ്പർനീഷ്യം നമ്മൾ ഉൾപ്പെടുത്താത്തതിന് കാരണം നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് NCERT ആ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ തിയറി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഓർത്തിരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മളിതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. സോ ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, to which of the following series the transition element from atomic number 39 to atomic number 48 belongs? നമ്മുടെ മനസ്സിൽ ആ പീരിയോഡിക് ടേബിൾ വന്നല്ലോ. അറ്റോമിക് നമ്പർ 39 തൊട്ട് അറ്റോമിക് നമ്പർ 48 വരെ പോകുന്നത് ഏത് ട്രാൻസിഷൻ സീരീസിലാണ്? 3D സീരീസിൽ അഥവാ 4th പീരീഡിലുള്ള നമ്മുടെ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 21 തൊട്ട് അറ്റോമിക് നമ്പർ 30 വരെയാണ് പോകുന്നത്. 4D സീരീസ് വരുമ്പോഴാണ് അറ്റോമിക് നമ്പർ 39 തൊട്ട് അറ്റോമിക് നമ്പർ 48 വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇട്രിയം തൊട്ട് നമ്മുടെ കാഡ്മിയം വരെ പോകുന്നത്. Therefore the correct answer, yes dear students, എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. യെസ് 4D സീരീസ്. Therefore the correct option is option number 2. അപ്പം ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ആയല്ലോ, നമ്മുടെ പീരിയോഡിക് ടേബിൾ മനസ്സിൽ വന്നല്ലോ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് ഏതാണ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് ഏതാണ്, തേർഡ് ട്രാൻസിഷൻ സീരീസ് ഏതാണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോയിനേജ് മെറ്റൽസ് ഗ്രൂപ്പ് 11ന്റെ പ്രത്യേകത. കോയിനേജ് മെറ്റൽസ് എന്ന് പറയുന്നത് ആരാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ് ആണ്. Therefore the correct answer is option number 3. അതും പ്രശ്നമില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഓർത്തോണം ഗ്രൂപ്പ് 12ന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഗ്രൂപ്പ് 12ന്റെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് 12ന്റെ പ്രത്യേകത എന്താണ്? യെസ്, അമൽജിത്ത്. യെസ്, താങ്ക് യു. യെസ്, ഗ്രൂപ്പ് 12ന്റെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് 12 സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഡി അറ്റോമിക് ഓർബിറ്റൽസ് അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആയിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിങ്ക്, മെർക്കുറി ഡു നോട്ട് ഷോ വേരിയബിൾ വാലൻസി ലൈക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ്. മറ്റ് ഡി ബ്ലോക്ക് എലമെന്റ്സ് പോലെ നമ്മൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് വേരിയബിൾ വാലൻസി പൊസസ് ചെയ്യുന്നില്ല. എന്തായിരിക്കും കാരണം? 4 ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ദേ ആർ സോഫ്റ്റ്, their d shells are complete, they have only 2 electrons in the outermost subshell, the d subshell are incomplete. Yes, very good Akshay Ajit. Yes, very good. Yes, Gada K. Yes, very good.
ദർ ഡി സബ്ഷെൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. ഡി സബ്ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് വേരിയബിൾ വാലൻസി കാണിക്കാനുള്ള കഴിവ് ആർക്കില്ല? സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following D block elements has a half-filled penultimate D subshell as well as a half-filled valence subshell? Half-filled penultimate D subshell and half-filled penultimate valence subshell. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പറയേണ്ടത് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. വിച്ച് ഈസ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്? n-1 D 1 to 10 NS 1 to 2. മനസ്സിൽ കീപ്പ് ചെയ്തല്ലോ. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് n-1 D 1 to 10 NS 1 to 2. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഹാഫ് ഫിൽഡ് പെനാൾട്ടിമേറ്റ് ഡി സബ് ഷെല്ല് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. പെനാൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്ത് ഷെൽ എന്ന് പറയുന്നത് അൾട്ടിമേറ്റാ. n-1 ഷെൽ എന്ന് പറയുന്നത് പെനാൾട്ടിമേറ്റാ. അപ്പം എന്ത് ഷെൽ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പെനാൾട്ടിമേറ്റ് ഷെല്ലും ഹാഫ് ഫിൽഡ് ആയിരിക്കണം. പെനാൾട്ടിമേറ്റ് ഡി സബ് ഷെല്ലാണ്. ഹാഫ് ഫിൽഡ് വരുമ്പോൾ എന്ത് വന്നു? n-1 D 5 വന്നു. അൾട്ടിമേറ്റ് ഷെല്ല് അല്ലെങ്കിൽ വാലൻ ഷെല്ല് ഹാഫ് ഫിൽഡ് ആകുമ്പോൾ എന്ത് വന്നു? NS5 വന്നില്ലേ? സോറി, NS1 വന്നില്ലേ? NS2 ആണ്. അത് ഹാഫ് ഫിൽഡ് ആകുമ്പോൾ NS1. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്കാണ് വരുന്നത്? നമുക്ക് തന്നിരിക്കുന്നതിൽ ആർക്കാണ്? ക്രോമിയം അല്ലേ വരുന്നത്. Therefore the correct answer is option number 1. Yes, Arathi Redhish, Hemant R. Yes, very good. Yes, Sunil. Yes. Okay, thank you dear students. Let me go to the next question. Which of the following elements has a lowest melting point? മനസ്സിലേക്ക് ഏത് കോൺസെപ്റ്റ് വരണം? മെൽറ്റിംഗ് പോയിന്റിന്റെ കോൺസെപ്റ്റ് വരണം. ഞാനിതാ NCERT ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ പേജ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നു. ഇതാണ് മെൽറ്റിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് NCERT ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ 3 സീരീസിലുള്ള എലമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള NCERT ബുക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ, ഏറ്റവും ന്യൂ എഡിഷൻ മാറ്റി നിർത്തുകയാണെങ്കിൽ, മറ്റ് എഡിഷനുകളിലെല്ലാം 4th പീരീഡ് തൊട്ട് 6th പീരീഡ് വരെ മാത്രമേ ഡി ബ്ലോക്ക് എലമെന്റ് നമുക്ക് തന്നിട്ടുള്ളൂ. 7th പീരീഡ് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഇവിടെയും ഈ പിക്ചറിലും നമുക്ക് ആദ്യത്തെ 3 ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റുകൾ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന്റെ കേസിലും സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിന്റെ കേസിലും തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെ കേസിലും മെൽറ്റിംഗ് പോയിന്റിന്റെ വേരിയേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. Melting point, the variation of melting point is depend upon the strength of metallic bond. The strength of metallic bond is depend on the delocalization of electrons. The delocalization of electron is depend upon the number of unpaired electrons. ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞത്. മെൽറ്റിംഗ് പോയിന്റിന്റെ വേരിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്തിനെയാണ്. മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. വിച്ച് ഇൻ ടേൺസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡീലോക്കലൈസേഷൻ കൂടി, ഡീലോക്കലൈസേഷൻ കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടി, മെൽറ്റിംഗ് പോയിന്റ് കൂടി. ഈ ഒരൊറ്റ പോയിന്റ് ആണ് ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. നിഷ്പ്രയാസം നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ചോദ്യം ഏതാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ ഈ തിയറി പോർഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ടൈറ്റാനിയത്തിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലൂടെ ഞാൻ പോവുകയാണ്. അതായത് ഞാൻ ഇവിടെ കാണുന്ന റെഡ് കളർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ സ്ക്രീനിൽ, അതിൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ ടൈറ്റാനിയത്തിൽ നിന്ന് വനേഡത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ടൈറ്റാനിയത്തിൽ നിന്ന് വനേഡത്തിലേക്ക് പോകുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നുണ്ടല്ലോ, ഡീലോക്കലൈസേഷൻ കൂടുന്നുണ്ടല്ലോ, മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ടല്ലോ, മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നുണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ടൈറ്റാനിയത്തിൽ നിന്ന് വനേഡത്തിലേക്ക് വന്നപ്പോൾ കൂടി, വനേഡത്തിൽ നിന്ന് ക്രോമിയത്തിലേക്ക് വന്നപ്പോഴും അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടിയല്ലോ, മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടിയല്ലോ, മെൽറ്റിംഗ് പോയിന്റ് കൂടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും മാക്സിമം ആരുടെ കേസിലായിരിക്കണം പറയേണ്ടത്? മറ്റെവിടെയല്ല സാറേ, ആരുടെ അടുത്താണോ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതൽ അവിടെ ആയിരിക്കണം മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ തന്നിരിക്കുന്ന ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, അയൺ, കൊബാൾട്ട് തുടങ്ങിയ ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കണം പറയേണ്ടത്? യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം, അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം സാറേ ഏറ്റവും കൂടുതൽ ആരുടെ കേസിലാണ്? മാംഗനീസിന്റെ കേസിലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ നോക്കിക്കുക സ്ക്രീന്,
മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് നമുക്ക് ആരുടെ അടുത്താണ് കാണാൻ സാധിക്കുന്നത്? കോപ്പർ മാറ്റി നിർത്തുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആരുടെ അടുത്താണ് കാണാൻ സാധിക്കുന്നത്? മാംഗനീസിന്റെ കേസിലാണ്. അല്ലെങ്കിൽ ദർ ഈസ് ആൻ അൺയൂഷ്വൽ ഡിപ്പ് ഇൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മാംഗനീസ്. പക്ഷേ കോപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് കുറവ് കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് കുറവ്. മാംഗനീസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പ്രതീക്ഷിച്ചു. ദർ ഈസ് എ ഡിപ്പ് ഇൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മാംഗനീസ് എന്നാണ് പറയുന്നത്. Reason is nothing but due to the half-filled electronic configuration of manganese. Extra stability by the half-filled electronic configuration of manganese. D electrons are unavailable for delocalization. Delocalization ഇല്ലെങ്കിൽ മെറ്റാലിക് ബോണ്ടിന് സ്ട്രെങ്ത് ഇല്ല, മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇതേ പ്രത്യേകത തന്നെ നമുക്ക് ടെക്നീഷ്യത്തിന്റെ കേസിലും റീനിയത്തിന്റെ കേസിലും നമുക്ക് കാണാൻ സാധിക്കും. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം മാക്സിമം വരുന്നുണ്ടെങ്കിലും മെൽറ്റിംഗ് പോയിന്റ് കുറയാനുള്ള കാരണം ഈ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഡ്യൂ ടു ദി ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പം ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലുണ്ടാകുമല്ലോ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1 മാസത്തും കൂടി നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടി നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാവുമല്ലോ. യെസ്, ഓക്കെ. അപ്പം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് മാംഗനീസിന്റെ കേസിൽ കുറവ് വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആരുടെ അടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി എന്തായിരിക്കണം? മാംഗനീസ് അല്ല, കോപ്പർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ ഗോ ത്രൂ ദി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്? കാരണം നമുക്ക് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ക്യാൻ യു ഗീവ് മീ ദി ആൻസർ? യെസ്, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഏതാണ്? കോപ്പർ ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദി നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ അതേ സമയത്ത് മനസ്സിലുണ്ടാവേണ്ട മറ്റൊരു കാര്യമാണ് വേരിയേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇതും ഞാൻ NCERT-ലുള്ള അതേ പോയിന്റ് തന്നെ, അതേ കാര്യം തന്നെയാണ് ഞാൻ ഈ സ്ക്രീനിലുള്ളത്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷന്റെ കേസിലും വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഈസ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദി strength of metallic bond or depend upon the number of unpaired electrons. എന്താ ഞാൻ പറഞ്ഞത്? മെൽറ്റിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ വേരിയേഷൻ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതേ കാര്യത്തിൽ തന്നെയാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷന്റെ വേരിയേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ട് ഓർ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും എന്ത് ചെയ്യണം? കൂടണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ 2 ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നിങ്ങൾ സിമിലർ ഗ്രാഫ് തന്നെയല്ലേ? സെയിം എന്നല്ല ഞാൻ പറഞ്ഞത്, സിമിലർ ഗ്രാഫ് തന്നെയല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും മെൽറ്റിംഗ് പോയിന്റും സിമിലർ ഗ്രാഫ്. ഇനി ഇവിടെ NCERT ബുക്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചൊന്ന്. Second and third transition series have a greater enthalpy of atomization as compared to the elements in first transition series. The enthalpy of atomization of a second and third transition series is greater than that of enthalpy of atomization of first transition series. അല്ലെങ്കിൽ enthalpy of atomization increases when we move down the group because metal bonds are more frequent in heavier transition element. മനസ്സിൽ കീപ്പ് ചെയ്തോളൂല്ലോ ഈ ഒരു പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രൈ ടു സോൾവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇതാണ്. ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സംശയമൊന്നുമില്ല, അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ജനറലി ട്രാൻസിഷൻ എലമെന്റ്സിനെല്ലാം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, in any row the melting point of these metals rises to a maximum at D except manganese and technetium and falls regularly with the increase in atomic number. അതെ, അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നു, പിന്നെ കുറയുകയാണ്. ആരൊഴികെ? മാംഗനീസ് ഒഴികെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ. സെക്കൻഡിലേക്ക് പോവുകയാണെങ്കിൽ ടെക്നീഷ്യം ഒഴികെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. യെസ് അഭിരാമി, യെസ് പ്രിൻസ് മനോജ്, താങ്ക് യു. യെസ് അജിൻ, യെസ് ആതിര സിയാർ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഞാനിത് എല്ലാവരുടെയും ശ്രദ്ധിക്കുന്നുണ്ട്. ലൈവായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം.
തേർഡ് ഓപ്ഷൻ ദേ ഹാവ് ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ശരിയാണ്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൂടുതലാണ്. നോക്കിക്കേ, NCERT ബുക്കിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ അതേപോലെ വന്നേക്കുന്നു. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് സീരീസ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. NCERT-യിലുള്ളതിന് നേരെ വിപരീതമായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ വരേണ്ടത്. Therefore the correct answer is option number 4. Okay, let me go to the next question. Which among the following statement is incorrect? The D block element oxidation state is differ by unity. In P block metals oxidation state differ by 2 unit. In a group of P block, lower oxidation state are favored by heavier members. In a group of D block, higher oxidation state are favored by lighter elements. ഞാനിതിന് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ തരുന്നില്ല. നിങ്ങൾ ഈ അടുത്ത പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ക്രീനിൽ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ NCERT മാത്രമാണ്. ഈ NCERT-യിൽ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കേ നിങ്ങൾ. P block element, the lower oxidation state are favored by heavier element. P block elementകളുടെ കേസിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്നത് ആരാണ്? ഹെവിയർ മെറ്റൽസാ. P block element ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകുമ്പോൾ, P ബ്ലോക്കിൽ താഴേക്ക് പോകുമ്പോൾ ഹെവിയർ മെറ്റൽസ് ആണ്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പൊസസ് ചെയ്യുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് D ബ്ലോക്കിൽ എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് NCERT ബുക്കിൽ തന്നിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ തൊട്ട് മുൻപിൽ കാണിച്ച പേജിലുള്ള ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് പോരെ. ഇനി വീണ്ടും നിങ്ങൾ അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. The variability of oxidation state, a characteristics of transition element, arises out of incomplete filling of d orbital in such a way that their oxidation state differ by unity. In the case of D block element, വേറെ സെന്റൻസുകൾ ഒന്നും നിങ്ങൾ നോക്കണ്ട. In D block element, oxidation state is differ by unity ആണല്ലോ. ഇനി ഇതിന് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിക്കേ. ഇതും നിങ്ങൾക്ക് ഫെമിലിയറാ, നമ്മുടെ NCERT തന്നെയാണ്, മറ്റൊന്നുമല്ല. സ്കാൻഡിയത്തിന്റെ കേസിൽ +3 മാത്രമേ ഉള്ളൂ. കാരണം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് +2 ഇവിടെ ഉണ്ടെങ്കിലും വളരെ എളുപ്പം അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? +3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. സ്കാൻഡിയത്തിന്റെ കേസിൽ സ്റ്റേബിൾ +3 ഉള്ളൂ. ടൈറ്റാനിയത്തിന്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫർ ബൈ യൂണിറ്റി ആണല്ലോ, +2 +3 +4. വനേഡിയത്തിന്റെ കേസിൽ ഡിഫർ ബൈ യൂണിറ്റി ആണല്ലോ, +2 +3 +4 +5. ക്രോമിയത്തിന്റെ കേസിലും അങ്ങനെയാണല്ലോ, മാൻഗനീസിന്റെ കേസിലും അങ്ങനെയാണല്ലോ, മറക്കത്തില്ലല്ലോ നിങ്ങൾ. അപ്പൊ ഈ NCERT-യിലുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഓർത്തിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ കൈൻഡ്ലി ഗീവ് മീ ദി ആൻസർ. യെസ് ദേവിക, അജുൽ, അഖില. യെസ് വെരി ഗുഡ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് D ബ്ലോക്ക് എലമെന്റ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ ഫേവേർഡ് ബൈ ലൈറ്റർ എലമെന്റ്സ്. അല്ല, അത് ആരുടെ കേസിൽ വരുന്നതാണ്? P ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ വരുന്നതാണ്. In the case of a D block element, the higher oxidation state are favored in heavier transition elements. Yes, therefore the correct answer is option number 4. Okay. Let me go to the next question. Which of the following configuration of 3D series metal exhibit a larger number of oxidation state? ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത് ആരുടെ കേസിലാണെന്ന് ചോദിച്ചേക്കുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ ഈ ഒരു ടേബിൾ ഉണ്ടായാൽ മാത്രം മതി. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ ആരാണ്? മാൻഗനീസ് ആണ്. അതിലെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണെന്ന് നമുക്കറിയാം. യെസ്, therefore which is the electronic configuration? മാൻഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൃത്യമായിട്ട് നമുക്കറിയാം. മാൻഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ 4s2 3d5 അല്ലേ വരുന്നത്? therefore which is the correct answer? option number 3 is the correct answer. Yes, thank you dear students. Thank you Alina Varghese, Aditya. Yes, Devika, Ajin. Yes, very good. Thank you dear students. A transition element X has an electronic configuration of 3d4. Electronic configuration of argon 3d4 in its +3 oxidation state.
അറ്റോമിക് നമ്പർ. ഇത് ഒന്ന് ശ്രദ്ധിച്ചോണം. ട്രാൻസിഷൻ എലമെന്റ് എക്സ് ഹാസ് ആൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d4 ഇൻ ഇറ്റ്സ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അറ്റോമിക് നമ്പറാണ് ചോദിച്ചത്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്ന് അറിയാം. നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആ. എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3+ ആ. എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇലക്ട്രോൺ കുറവാണല്ലോ. യെസ് മരിയ, യെസ് പ്രിയ, യെസ് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ് ആൻസർ. യെസ്, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. എക്സ് 3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ പ്രോട്ടോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലോ. അപ്പം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ 3d4 ആ. എക്സ് 3+ന്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ പ്ലസ് 4 ഡിയിലുള്ള 4 ഇലക്ട്രോൺ, ടോട്ടൽ എത്ര ഇലക്ട്രോൺ വന്നു? 22. അപ്പം ഇലക്ട്രോണിന്റെ എണ്ണം 22. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം എന്തായിരിക്കണം? ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാളും 3 എണ്ണം കൂടുതലെന്നല്ലേ എക്സ് 3+ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? എക്സ് 3+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം പ്രോട്ടോണിന്റെ എണ്ണത്തെക്കാളും 3 എണ്ണം കുറവ്, അഥവാ പ്രോട്ടോണിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണത്തെക്കാളും 3 എണ്ണം കൂടുതൽ. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം എത്ര വരണം? ഇവിടെ 25 വരണം. പ്രോട്ടോണിന്റെ എണ്ണം 25 ആണെങ്കിൽ അറ്റോമിക് നമ്പറും 25 തന്നെയല്ലേ? Therefore, which is the correct answer? Option number 1 is the correct answer. Yes, Arathi Radish, Alina Varghese, Sunil. Yes, Ann and Stalina. Yes, Adul P. Vinoy. Yes, thank you dear students. Gada KS കാണുന്നുണ്ട് ചാറ്റ്. യെസ്, അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The higher oxidation state of transition elements are found to be the combination with A and B. Which are? Higher oxidation state of transition elements are found to be combination with A and B. ഇതിൽ എയും ബിയും എന്താണ്? ഒറ്റ കാര്യമേ ഇവിടെ പറയാനുള്ളൂ. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ കോമ്പൗണ്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. എബിലിറ്റി ഓഫ് ഫ്ലൂറിൻ ടു പൊസസ് ഹയർ, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ഫ്ലൂറിൻ ടു സ്റ്റെബിലൈസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഡ്യൂ ടു ദർ ഹയർ ലാറ്റേസ് എനർജി ആൻഡ് ബോണ്ട് എനർജി. Ability of oxygen to stabilize higher oxidation state of transition element is due to their tendency to form multiple bond. 3 പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് കാണുന്നത് ഏത് കോമ്പൗണ്ടുകളിലാണ്? ഫ്ലൂറിനായിട്ടും ഓക്സിജനായിട്ടും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടുകളിലാണ് ട്രാൻസിഷൻ എലമെന്റുകൾ അവരുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത്. ഫ്ലൂറിന് ട്രാൻസിഷൻ എലമെന്റുകളുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ള കഴിവിന് കാരണം ഫ്ലൂറിന്റെ ഹയർ ലാറ്റേസ് എനർജിയും ബോണ്ട് എനർജിയും കൊണ്ടാണ്. ഓക്സിജന് ട്രാൻസിഷൻ മെറ്റലുകളുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ള കാരണം ഓക്സിജന് ട്രാൻസിഷൻ മെറ്റലായിട്ട് കമ്പൈൻ ചെയ്ത് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 3 പോയിന്റ് മനസ്സിലുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ NCERT ബുക്ക് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഈ ഒരു 3 പോയിന്റിനെ ബേസ് ചെയ്താണ് നമുക്ക് ഈ ഒരു ചോദ്യവും അടുത്ത ചോദ്യവും വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എലമെന്റ് ആയിട്ട് ട്രാൻസിഷൻ മെറ്റൽ പൊസസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി നമുക്കിതേ ഉള്ളൂ, സാറേ അത് ഫ്ലൂറിനും ഓക്സിജനും തന്നെയാണ്. യെസ്, എല്ലാവരും അത് തന്നെയാണ് എനിക്ക് ആൻസർ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ചോദ്യം നോക്കിക്കേ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഒരു ലെവലും കൂടെ കൂടിയ ചോദ്യം. ഹയസ്റ്റ് സ്റ്റേബിൾ മാംഗനീസ് ഫ്ലൂറൈഡ് ഈസ്, ഹയസ്റ്റ് സ്റ്റേബിൾ മാംഗനീസ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് MnF4, മാംഗനീസ് ടെട്രാ ഫ്ലൂറൈഡാ. വെറാസ് ഹയസ്റ്റ് മാംഗനീസ് ഓക്സൈഡ് എന്ന് പറയുന്നത് Mn2O7. എന്താ റീസൺ? ഹയസ്റ്റ് സ്റ്റേബിൾ മാംഗനീസ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് MnF4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാംഗനീസിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4.
ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തുള്ള ഓക്സൈഡുകളിൽ മാൻഗനീസിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റിൽ നിന്ന് 4ാമതൊരു പോയിന്റും കൂടെ വരുന്നുണ്ട്. വെൻ വി കമ്പയർ ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ, the ability to possess or ability to stabilize higher oxidation state is more in the case of oxygen as compared to fluorine. ഫ്ലൂറിനേക്കാളും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ള കഴിവ് ഓക്സിജനാണ് കൂടുതലുള്ളത്. ബിക്കോസ് ഡ്യൂ ടു ദർ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോൺസ്. അതുകൊണ്ടാണ് മാൻഗനീസ് ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരെ മാത്രമേ വരുന്നുള്ളൂ? +4 വരെ മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാൻഗനീസിന് അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യാൻ സാധിക്കും, +7 പൊസസ് ചെയ്യാൻ സാധിക്കും. ആൻസർ ഏതാ വരുന്നത്? യെസ് നിതിൻ, ആന്റണി യെസ് സുനിൽ യെസ്, വെരി ഗുഡ്. ഗ്രീഷ്മ യെസ്, കാണുന്നുണ്ട് ചാറ്റ് കേട്ടോ. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് ഓക്സിജൻ ഹാസ് ദ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോൺസ്. ആണല്ലോ? യെസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ 2 പോയിന്റ് ഓർക്കുക. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് ഓക്സിജനും ഫ്ലൂറിനുമാണ്. രണ്ടാമതുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ഫ്ലൂറിനേക്കാളും ടെൻഡൻസി കൂടുതൽ ആർക്കാണ്? ഓക്സിജനാണ്, ഡ്യൂ ടു ദർ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോൺസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Chromium 2+ is a reducing agent in nature. Reducing in nature. Why? Chromium 2+ is a reducing in nature. Why? Reducing nature means it act as a reducing agent. Reducing agent ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള. That means undergo oxidation. ഓക്സിഡേഷൻ നടത്തുന്നു. ക്രോമിയം 2+ ഓക്സിഡേഷൻ നടത്തി ആരായിട്ടാണ് മാറുന്നത്? ക്രോമിയം 3+ ആയിട്ടാണ് മാറുന്നത്. എന്തുകൊണ്ടാണ് ക്രോമിയം 2+ വളരെ എളുപ്പം ഓക്സിഡേഷൻ നടത്തി ക്രോമിയം 3+ ആയിട്ട് മാറുന്നത്, അഥവാ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഡ്യൂസിങ് നേച്ചർ പൊസസ് ചെയ്യുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ പോരെ. യെസ്, ക്രോമിയം 3+ന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s0 3d3 ആണെന്ന് നമുക്കറിയാം. ക്രോമിയം 2+ന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d4 ആ വരുന്നത്. Can you give me the answer? Yes, very good. Alina Varghese, Nihal Mohammad Shah. Yes, very good. Grishma, Abhirami, Seenu Manoj, Reenu Abraham, Kirtana. Yes, thank you dear students. Correct ആണ് കേട്ടോ ആൻസർ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും D3 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. D3 കോൺഫിഗറേഷൻ ആണ് വരുന്നത് എങ്കിൽ D3 കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിച്ചതുപോലെ അവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലും വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലും ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ T2G3 കോൺഫിഗറേഷൻ അല്ലേ വരേണ്ടത്. ആദ്യത്തെ 3 ഇലക്ട്രോണും എങ്ങോട്ടേക്ക് പോകും? T2G3 ആണ്. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്രോമിയം 3+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് ക്രോമിയം 2+. ക്രോമിയം 2+ ക്രോമിയം 3+ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഹാഫ് ഫിൽഡ് T2G ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നത് കൊണ്ട് ആൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആസ് കമ്പയർഡ് ടു D4 കോൺഫിഗറേഷൻ. അതുകൊണ്ട് ക്രോമിയം 2+ എളുപ്പം ക്രോമിയം 3+ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കാണിക്കും, അഥവാ ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസി കാണിക്കും, അഥവാ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. Therefore the correct option is option number 1. Okay. Among the following series of transition metal ions, the one where all metal ions have D2 configuration. ഇതിൽ ആർക്കാണ് D2 കോൺഫിഗറേഷൻ ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. ഇതും നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് വരുന്നത്. ടൈറ്റാനിയത്തിന്റെ കേസ്, ടൈറ്റാനിയം തന്നിട്ടുണ്ട്, വനേഡിയം തന്നിട്ടുണ്ട്, ക്രോമിയം തന്നിട്ടുണ്ട്, മാൻഗനീസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുമ്പോഴാണ് ഈ 4 ആൾക്കാരും D2 കോൺഫിഗറേഷൻ പൊസസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ടൈറ്റാനിയത്തിൻ്റെയും വനേഡിയത്തിൻ്റെയും ക്രോമിയത്തിൻ്റെയും മാൻഗനീസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതിയാൽ മാത്രം മതി. ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4s2 3d2 ആണെന്ന് നമുക്കറിയാം. വനേഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d3 ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d5 ആണ്. എക്സെപ്ഷൻ ആണ്, നമുക്കറിയാം.
മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d5 ഇനി ഇതിൽ നിന്ന് ടൈറ്റാനിയത്തിൽ നിന്ന് എത്ര ഇലക്ട്രോൺ റിമൂവ് ചെയ്താലാണ് D2 കോൺഫിഗറേഷൻ കിട്ടുന്നത്? 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലല്ലേ? ആണല്ലോ. അപ്പൊ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ടൈറ്റാനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വന്നു? 2+. വനേഡിയത്തിന്റെ കേസിൽ എത്ര ഇലക്ട്രോൺ റിമൂവ് ചെയ്താലാണ് D2 കോൺഫിഗറേഷൻ കിട്ടുന്നത്? നിഷ്പ്രയാസം നമുക്ക് പറയാം 3 ഇലക്ട്രോൺ ആണ്. 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വനേഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വന്നു? വനേഡിയം 3+ അല്ലേ? അതേപോലെ തന്നെ ക്രോമിയത്തിന്റെ കേസിൽ എത്ര ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലാണ് D2 കോൺഫിഗറേഷൻ കിട്ടുന്നത്? 4 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലാണ്. അപ്പോൾ ക്രോമിയം 4+ അല്ലേ കിട്ടുന്നത്? മാംഗനീസിന്റെ കേസിൽ D2 കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ 5 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യണം. 5 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ D2 കോൺഫിഗറേഷൻ കിട്ടി. അഥവാ Mn5+ അല്ലേ വരുന്നത്? അപ്പോൾ D2 കോൺഫിഗറേഷൻ പൊസസ് ചെയ്യണമെങ്കിൽ ടൈറ്റാനിയം 2+, വനേഡിയം 3+, ക്രോമിയം 4+, മാംഗനീസ് 5+. Therefore, which is the correct answer? Option number 1 is the correct answer. Okay, dear students. So let me go to the next question. Which of the following process does not involve oxidation of iron? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ അയൺ ഓക്സിഡേഷൻ നടത്താത്തത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരൊറ്റ മറുപടി ഉള്ളൂ. ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ വേണമെന്നറിയാം. അഥവാ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഇല്ലാത്തത് ആരുടെ കേസിലാണെന്ന് നോക്കിയാൽ പോരെ? നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഇല്ലാത്തത് എവിടെയാണെന്ന് നോക്കിയാൽ പോരെ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരാത്തത് എവിടെയാണ്? ഡീകളറൈസേഷൻ ഓഫ് ബ്ലൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബൈ അയൺ. അയൺ ആരെ ഡിസ്പ്ലേസ് ചെയ്യും? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. അയൺ സൾഫേറ്റ് ഫോം ചെയ്യും. കളർലെസ്സാ. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വന്നു. അയൺ എന്ന് പറയുന്ന Fe എന്ന് പറയുന്ന Fe2+ലേക്ക് പോയി. അയൺ ആണ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. 0 എങ്ങോട്ടേക്ക് പോയി? അയൺ സൾഫേറ്റ് ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും 2+ ആയിട്ട് മാറി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ഫോർമേഷൻ ഓഫ് അയൺ പെൻഡാ കാർബണിൽ ഫ്രം അയൺ. അയൺ പെൻഡാ കാർബണിൽ അയൺ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് അറിയാം. അയൺ മെറ്റൽ വരുമ്പോഴും 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഇല്ല. അയൺ പെൻഡാ കാർബണിലായിട്ട് മാറുമ്പോഴും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഇനി ഓപ്ഷൻ 3ഉം 4ഉം ഒന്ന് നോക്കിക്കും. ഓപ്ഷൻ 3ൽ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്രം സ്റ്റീം ബൈ അയൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. ഹൈഡ്രജനിൽ നമ്മൾ പഠിച്ചതാണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ ഷീറ്റ്. റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. അയൺ 3+ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡിൽ. അവിടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാകാത്തത് എവിടെയാണോ അവിടെയാണ് ഓക്സിഡേഷൻ നടത്താത്തത്. Therefore, the correct answer is option number 2. Okay. Let me go to the next question. Compared to copper 2+ having D9 configuration, copper plus having D10 configuration in aqueous solution, which is more stable or which is less stable, or നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത്. കോപ്പർ 2+ഉം കോപ്പർ പ്ലസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് സ്റ്റേബിൾ, ഏതാണ് ലെസ് സ്റ്റേബിൾ, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് ദർ സ്റ്റെബിലിറ്റി? കോപ്പർ 2+ന്റെ കേസിൽ D9 കോൺഫിഗറേഷൻ ആണ്. കോപ്പർ പ്ലസിന്റെ കേസിൽ D10 കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. ജസ്റ്റ് NCERTയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഞാൻ ഇവിടെ തരുന്നുള്ളൂ. In aqueous medium, cuprous ion is undergo disproportionation to give a cupric ion and a copper atom, because due to the smaller size of cupric ion, due to the smaller size of Cu2+ ion, higher the negative hydration enthalpy, which almost compensates second ionization enthalpy. Electronic configuration നോക്കുമ്പോൾ കുപ്രിക് അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും Cu2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D9 ആണ്.
CU+ന്റെ 3D10 ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് സാറേ D10 കോൺഫിഗറേഷൻ സ്റ്റേബിൾ അല്ലേ, അപ്പോൾ കുപ്രസ് അയോൺ അക്വസ് മീഡിയത്തിൽ സ്റ്റേബിൾ ആയിരിക്കത്തില്ലേ? അല്ല. കാരണം അക്വസ് മീഡിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും D10 കോൺഫിഗറേഷൻ കുപ്രസ് അയോണിൽ ഉണ്ടെങ്കിലും അക്വസ് മീഡിയത്തിലേക്ക് വരുമ്പോൾ കുപ്രിക് അയോൺ Cu2+ന്റെ സൈസ് വളരെ കുറവായതുകൊണ്ട് വളരെ എളുപ്പം ഹൈഡ്രേഷൻ നടത്തുന്നു, അഥവാ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അക്വസ് മീഡിയത്തിൽ കുപ്രസ് അയോണിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? കുപ്രിക് അയോണായിട്ട് മാറും. കുപ്രസ് അയോണിന് കുപ്രിക് അയോണായിട്ട് മാറണമെങ്കിൽ ഓക്സിഡേഷൻ നടത്തണം. നമുക്കറിയാം, റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പ്രോസസ് ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ഓർ സൈഡ് ബൈ സൈഡ് ഓർ ഹാൻഡ് ബൈ ഹാൻഡ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യും? മറ്റൊരു കുപ്രസ് അയോൺ ആരായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും ഓർ അണ്ടർഗോ റിഡക്ഷൻ. അതുകൊണ്ടാണ് കുപ്രസ് അയോൺ Cu+ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ എന്തായിട്ട് മാറും? ഒരു കുപ്രസ് അയോൺ കുപ്രിക് അയോൺ ആയിട്ട് മാറുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് മറ്റൊരു കുപ്രസ് അയോൺ കോപ്പർ ആറ്റമായിട്ട് മാറും. അപ്പോൾ റീസൺ മനസ്സിലുണ്ടാവണം. വെള്ളത്തിൽ കുപ്രിക് അയോണും കുപ്രസ് അയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ Cu2+ഉം Cu+ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Cu2+ ഈസ് മോർ സ്റ്റേബിൾ. റീസൺ ഹയർ ദ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. Therefore, which is the correct statement? കുപ്രസ് അയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, ലെസ് സ്റ്റേബിൾ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പ്രപ്പോർഷനേഷൻ ക്യാൻ ബി ഷോൺ ബൈ. ഇതേ കോൺസെപ്റ്റ് NCERT-യിലുള്ള ഇതേ കോൺസെപ്റ്റ്, സെയിം കോൺസെപ്റ്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ ക്യാൻ ബി ഷോൺ ബൈ വിച്ച് വൺ? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യെസ്, കുപ്രസ് അയോൺ അക്വസ് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേഷൻ. പക്ഷേ ബബിൾ ചെയ്യുന്നതിന് മുൻപ് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. മാൻഗനേറ്റ് അയോൺ MnO4 2- ഇൻ അസിഡിക് മീഡിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റാ. പെർമാൻഗനേറ്റ് അയോൺ അല്ല, മാൻഗനേറ്റ് അയോണാ. അസിഡിക് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം. ക്ലോറിൻ ഇൻ ആൽക്കലൈൻ മീഡിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ, P ബ്ലോക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മനഃപൂർവ്വം നമ്മളെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി തന്നെ കുപ്രസ് അയോണിന്റെ കൂടെ തന്നെ നമുക്ക് ഏത് തന്നിട്ടുണ്ട്? മാൻഗനേറ്റ് അയോണിന്റെ കാര്യവും ക്ലോറിൻ മോളിക്യൂളിന്റെ കാര്യവും ആൽക്കലൈൻ മീഡിയത്തിലുള്ള ക്ലോറിൻ മോളിക്യൂളിന്റെ കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ 3 പേർക്കും എന്ത് കഴിവുണ്ട്? ഡിസ്പ്രപ്പോർഷനേഷൻ നടത്താനുള്ള കഴിവുണ്ട്. അഥവാ ഈ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുന്നുണ്ട്. Therefore, the correct answer is option number 4. Okay. Which pair of ion is colorless? ഒന്നുമില്ല, നമ്മുടെ NCERT ബുക്കിലുള്ള ഒരൊറ്റ പോയിന്റ് ആണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു പേജ് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ് എന്ന് NCERT ബുക്കിൽ തന്നിരിക്കുന്ന, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കിക്ക്. ലോവർ എനർജി ഡി ഓർബിറ്റൽ ഈസ് ദ ഇലക്ട്രോൺസ് ഇൻ ലോവർ എനർജി ഡി ഓർബിറ്റൽ ഈസ് ഗെറ്റ് എക്സൈറ്റഡ് ടു ഹയർ എനർജി ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇതാണ്. ഡി ഓർബിറ്റൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. T2Gയും EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. T2G ഇവിടെയുണ്ട്, EG ഇവിടെയുണ്ട്. ലോവർ എനർജിയിലുള്ള ഇലക്ട്രോൺസ്, ഡി ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. ഇത് തിരിച്ച് ഡി എക്സൈറ്റേഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ DD ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. DD ട്രാൻസിഷൻ. The unpaired electrons in d atomic orbitals get excited to higher energy level by absorbing energy from or frequency from visible region. During their de-excitation, they emit light with frequency corresponding to the complementary color of absorbed light, and that color is possessed by the transition elements. D orbital unpaired electrons വന്നിട്ടുണ്ടെങ്കിൽ ലോവർ എനർജി ഡി ഓർബിറ്റലിലുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് വിസിബിൾ റീജിയനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഈ ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത ഈ ഇലക്ട്രോൺസ്, ഡി ഇലക്ട്രോൺസ് വീണ്ടും തിരിച്ച് ലോവർ എനർജിയിലേക്ക് വരും, ഡി എക്സൈറ്റ് ചെയ്യും. ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇത് അബ്സോർബ് ചെയ്ത എനർജി റിലീസ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ രൂപത്തിൽ ഇത് റിലീസ് ചെയ്യും ഇൻ വിസിബിൾ റീജിയൻ having frequency corresponding to the complementary color of absorbed light.
ഏത് ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണോ അബ്സോർബ് ചെയ്തത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിലുള്ള ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന കളറായിരിക്കും ട്രാൻസിഷൻ എലമെൻറ്റ് പൊസസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ വീലൊന്ന് ശ്രദ്ധിച്ചേ. ഓറഞ്ച് കളറാണ് ഇത് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന കളർ ഏതായിരിക്കും, ബ്ലൂ കളറായിരിക്കും. ഓറഞ്ചിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിരിക്കും അത് പൊസസ് ചെയ്യുന്നത്. ഇനി യെല്ലോ കളറാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ പൊസസ് ചെയ്യുന്ന കളർ ഏതായിരിക്കും, വയലറ്റ് ആയിരിക്കും. ഗ്രീൻ ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ പൊസസ് ചെയ്യുന്നത് എന്തായിരിക്കും, റെഡ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കളറ് പൊസസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, DD ട്രാൻസിഷൻ ആണ്. DD ട്രാൻസിഷൻ ഉണ്ടാവണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. കളർ ഏതാണ് പൊസസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അബ്സോർബ് ചെയ്ത ലൈറ്റിൻ്റെ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഏതാണോ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ആയിരിക്കണം അത് പൊസസ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഒറ്റ പോയിന്റിൽ കളർ എക്സിബിറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് മാത്രം നോക്കി വെച്ചാൽ മതി, അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഈസ് കളർലെസ്? പെയർ ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന പെയറിൽ ഏതാണ് കളർലെസ്? Yes, hi dear students. Yes, almost all of you give me the correct one. Yes. ഏതാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്ത ഏതാണ്? സിങ്ക് ആൻഡ് സ്കാൻഡിയം 3+ അല്ലേ? Therefore the correct answer is option number 3. Yes, okay dear students. അപ്പം ഈ ഒരു കാര്യം NCERT തന്നിരിക്കുന്ന ഈ ഒരു കാര്യം റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഷോൺ ബൈ. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് NCERT ബുക്കിൽ തന്നിരിക്കുന്ന പോയിന്റ് ഇതാണ്. മാഗ്നറ്റിക് മൊമെന്റ് mu is equal to root of n into n plus n+2. n represent number of unpaired electrons. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് denoted as mu. മാഗ്നറ്റിക് മൊമെന്റ് is directly proportional to number of unpaired electrons അല്ലേ? യെസ്. ഈ തന്നിരിക്കുന്നതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം മാക്സിമം വരുന്നത് ആരുടെ കേസിലാണ്? യെസ്, സിദ്ധാർത്ഥ്, ഇന്ദു പ്രദീപ്, യെസ്, അഞ്ജന രാജ്, അനീറ്റ, അലീന വർഗീസ്. യെസ്, താങ്ക് യു. D5 കോൺഫിഗറേഷൻ അല്ലേ നമ്മുടെ മാൻഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, D5 കോൺഫിഗറേഷൻ. യെസ്, therefore the correct answer is option number 1. Which of the following pair of ions have same value of spin only magnetic moment? മാഗ്നറ്റിക് മൊമെന്റ് നമ്മുടെ മ്യൂ ആ ചോദിച്ചിരിക്കുന്നത്. സെയിം മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. മ്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n into n+2 ബോർ മാഗ്നറ്റോൺ ആണ് വരേണ്ടത്. ബോർ മാഗ്നറ്റോൺ നമ്മുടെ യൂണിറ്റ് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെയിം മാഗ്നറ്റിക് മൊമെന്റ് വരണമെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം വരേണ്ടത്. സെയിം അൺപെയ്ഡ് ഇലക്ട്രോൺസ് UP എന്ന് കൊടുത്താൽ പോരെ, സെയിം അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഈ തന്നിരിക്കുന്നതിൽ സെയിം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആരുടെ കേസിലാണ് വരുന്നത്? യെസ്, കൈൻഡ്ലി റെസ്പോണ്ട്. Cu+ Cu2+ അല്ലെന്ന് നമുക്കറിയാം, ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ. കൊബാൾട്ട് 3+ ആൻഡ് Fe2+. കൊബാൾട്ട് 3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d6 ആണെന്നറിയാം. അയൺ 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും 4s0 3d6. രണ്ടിടത്തും 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ വരുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് സെയിം ആയിരിക്കുമല്ലോ. യെസ്, അമ്മു, സ്റ്റാലിന, യെസ്, സിദ്ധാർത്ഥ, യെസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. മറ്റൊന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. സ്കാൻഡിയം 2+ഉം Zn2+ നോക്കേണ്ട ആവശ്യമില്ല. Zn2+ൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. സ്കാൻഡിയം 2+ൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം 1 ഡിഫറൻറ്റാ. ടൈറ്റാനിയം 2+ഉം വനേഡിയം 2+ഉം നോക്കേണ്ട ആവശ്യമില്ല. ടൈറ്റാനിയം 2+ൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം 2 വരുമ്പോൾ വനേഡിയം 2+ൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 3. അപ്പോൾ അതുമല്ല ആൻസർ. Therefore the only correct option is option number 2. Okay. Then let me go to the next one. Match the metal ions given in column 1 with spin only magnetic moment in column 2. ഇതും ഞാനിതാ NCERT ബുക്കിലുള്ള ടേബിൾ മാത്രമേ ഒന്ന് എടുക്കുന്നുള്ളൂ. ഈ ടേബിളും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് നമുക്ക്
കാണാതെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഈ പറയുന്നത് പോലെ ഇത് ഓർത്തുവെച്ചാൽ മതി. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു കോളത്തിൽ NCERT-യിൽ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണമല്ല നമുക്ക് തന്നിരിക്കുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 1.73 അഥവാ √3 ആണ് വരുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 2.84 ആണ് അഥവാ √8 ആണ് വരുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 3.87 ആണ് അഥവാ √15 ആണ് വരുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 4.9 ആണ് അഥവാ √24 ആണ് വരുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 5 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 5.92 ആണ് അഥവാ √35 ആണ്. ഈ ഒരേ ഒരു കാര്യം ഈ ഒരു ടേബിളിൽ ഓർത്തിരുന്ന് വെച്ചാൽ മതി. 2 പോയിന്റാണ് മാഗ്നറ്റിക് മൊമെന്റിൽ ഞാൻ പറഞ്ഞത്. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. 2 അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം അറിയാമെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ ഈ ടേബിൾ പ്രകാരം. അവിടെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിഷ്പ്രയാസം നമുക്ക് ചെയ്യാമല്ലോ. കൊബാൾട്ട് 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 4s0 3d6 ആണ്. ക്രോമിയം 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d3 ആണ്. അയൺ 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d5 ആണ്. നിക്കൽ 2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d8 ആണ്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം എനിക്ക് സൈഡിലേക്ക് എഴുതാമല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം വരുന്നത് എത്രയാണ്? കൊബാൾട്ട് 3+ന്റെ കേസിൽ 4, ക്രോമിയം 3+ന്റെ കേസിൽ 3, അയൺ 3+ന്റെ കേസിൽ 5, നിക്കൽ 2+ന്റെ കേസിൽ 2. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് ആൻസർ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എത്രയാണ് വരുന്നത്? നാല് അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കണം? √24 ആയിരിക്കണ്ടേ? അപ്പം കറസ്പോണ്ടിങ് എ വന്നു, A4 വന്നു. അതിനുശേഷം അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3 ആണെങ്കിൽ ഏതാണ് വരേണ്ടത്? അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3 ആണെങ്കിൽ √15 അല്ലേ വരേണ്ടത്? ദെയർഫോർ ബി. ഇത്രയും നോക്കുമ്പോൾ തന്നെ നമുക്കത് ആൻസറായി. വേറൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. A4 B5 വരുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? യെസ് ഡിയർ സ്റ്റുഡൻസ്, വെരി ഗുഡ്. ഓപ്ഷൻ നമ്പർ 1 മാത്രമല്ലേ ഉള്ളൂ. യെസ് അലീന വർഗീസ്, യെസ് സിദ്ധാർത്ഥ് എ, യെസ് യെസ് എസ് എസ്. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. അപ്പം ആ 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. റൂട്ട് ഏതൊക്കെയാണ് വരുന്നത്? √3, √8, √8, √15, √24, √35. അല്ലെങ്കിൽ 1.73, 2.84, 3.87, 4.9, 5.92. ഓക്കെ. Spin only magnetic moment of a divalent metal ion having total 23 electrons. Spin only magnetic moment എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ mu ആണ് കണ്ടുപിടിക്കേണ്ടത്. Divalent metal ion having total 23 electrons. Divalent metal ion M2+, 23 ഇലക്ട്രോൺസ് ഉണ്ട്. 23 ഇലക്ട്രോൺസ് വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്നങ്ങ് എഴുതിയാച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. 23 ഇലക്ട്രോൺ ആണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ 18 ഇലക്ട്രോൺ ആയി. അടുത്തത് 2 ഇലക്ട്രോൺ 4s നിന്ന് പോയി, 4s2 ആണ് വരേണ്ടത്. 4s നിന്ന് 2 ഇലക്ട്രോൺ പോയി. ബാക്കി ഇലക്ട്രോൺസ് എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഡിയിലല്ലേ അക്കോമഡേറ്റ് ചെയ്യുന്നത്? 3d5 അല്ലേ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതുകയാണ് ചെയ്തത്. ഞാൻ എഴുതിയത് മനസ്സിലായോ? M2+. M2+ൽ 23 ഇലക്ട്രോൺ ആണെങ്കിൽ ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. M2+ൽ 23 ഇലക്ട്രോൺ ആണ് ഉള്ളത് എങ്കിൽ എമ്മിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? 25 ഇലക്ട്രോൺ അല്ലേ വരുന്നത്? 25 ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്കറിയാം 4s2 3d5 ആണെന്ന് എനിക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ 4s2 3d5 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ M2+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d5 അല്ലേ വരേണ്ടത്? അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 5. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 5 ആണെങ്കിൽ √35 അല്ലെങ്കിൽ 5.9. Therefore the correct answer is ഓപ്ഷൻ നമ്പർ 1. എത്ര എളുപ്പം ആൻസറായി. Which one of the following does not correctly represent the correct order of property indicated against it?
കറക്റ്റ് ഓർഡർ അല്ലാത്തത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് ആൻസർ പ്രിഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ് റീനു അബ്രഹാം, യെസ് വെരി ഗുഡ്. യെസ് കീർത്തന, യെസ് അലീന വർഗീസ്, യെസ് ദേവിക PR, യെസ് കറക്റ്റ്. ഒറ്റ നോട്ടത്തിൽ വേറെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമേ ഇല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ മെൽറ്റിംഗ് പോയിന്റ് മാക്സിമം കൊടുത്തിരിക്കുന്ന ആർക്കാ? മാൻഗനീസിന്. ഒരു കാരണവശാലും വരത്തില്ല. ടൈറ്റാനിയവും വനേഡിയവും ക്രോമിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാൻഗനീസിന്റെ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം മാക്സിമം ആണ് വരുന്നതെങ്കിലും ഡ്യൂ ടു ദി half-filled electronic configuration or extra stability possessed by half-filled electronic configuration, the number of unpaired electrons maximum ഉണ്ടെങ്കിലും melting point കുറവായിരിക്കും. Therefore the correct option is option number 1. Let me go to the next question. Highly unstable species, sudden, quick. ഓപ്ഷൻ നമ്പർ 1. കാരണം സ്കാൻഡിയം 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലെന്നറിയാം. സ്കാൻഡിയം 2+ വളരെ എളുപ്പം ആരായിട്ട് മാറും? സ്കാൻഡിയം 3+ലേക്ക് പോകും. വേറെ എന്തെങ്കിലും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യെസ്, ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അയോൺ എക്സിബിറ്റഡ് DD ട്രാൻസിഷൻ ആൻഡ് പാരാമാഗ്നറ്റിസം ആസ് വെൽ? DD ട്രാൻസിഷനും പാരാമാഗ്നറ്റിസവും കാണിക്കുന്നത് ആരാണ്? DD ട്രാൻസിഷൻ കാണിക്കണമെങ്കിൽ നമുക്കറിയാം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ക്രോമൈറ്റ് അയോണിൽ കോപ്പർ 6+ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. ഡൈക്രോമേറ്റ് അയോണിൽ 6+ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. പെർമാൻഗനേറ്റ് അയോൺ +7 മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഈ ആദ്യത്തെ 3 ഓപ്ഷനിലും അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം ഇല്ലല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. 4ാമത്തെ ഓപ്ഷൻ മാൻഗനേറ്റ് അയോൺ +6 അല്ലേ? അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം ഉണ്ട്. ഒരു അൺപെയ്ഡ് ഇലക്ട്രോണാണ് വരുന്നത്. മാൻഗനേറ്റ് അയോൺ +6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d1 അല്ലേ വരുന്നത്? +6 വരുമ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ. DD ട്രാൻസിഷൻ ഉണ്ടായിരിക്കും. പാരാമാഗ്നറ്റിസം ആണ് താനും. Therefore, which is the correct answer? Option 4, we can choose the correct answer. Okay. Let me go to the next question. The catalytic activity of transition metal and their compounds are mainly due to. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് NCERT ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. The activity or the ability of transition elements to act as a catalyst is due to their tendency to adopt multiple oxidation state. ആ ഒറ്റ പോയിന്റ് നമ്മളോട് ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഈ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ആക്ട് ആസ് or most of the transition elements act as a catalyst. Therefore, which is the correct answer? Option number 1 is the correct answer. Okay. Which of the following statement regarding interstitial compound is incorrect? ഇവിടെയും ഞാൻ നമ്മുടെ NCERT ബുക്കിലെ ഒരു പേജ് പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ അണ്ടർലൈൻ ചെയ്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത 4 പോയിന്റ് ആയിട്ട് NCERT ബുക്കിൽ തന്നിട്ടുണ്ട്. They have high melting point as compared to pure metals. They are very hard. Some borides are approaches to diamond in hardness. ഡയമണ്ടിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഹാർഡ്നെസ് ചില മെറ്റൽ ബോറൈഡുകൾ പൊസസ് ചെയ്യുന്നുണ്ട്. ചില ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകൾ പൊസസ് ചെയ്യുന്നുണ്ട്. They retain metallic conductivity. കണ്ടക്ടിവിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ല. They are chemically inert. 4 പോയിന്റ് മനസ്സിലുണ്ടല്ലോ. തൊട്ട് മുൻപിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിന്റെ പ്രത്യേകത they are chemically inert. കറക്റ്റ്. They are soft and non-conductive. തെറ്റല്ലേ? They are hard. Some interstitial compounds approaches hardness to diamond എന്ന് പറഞ്ഞിരിക്കുന്നത്. They are conductive in nature. Non-conductive അല്ല. They retain metallic conductivity. ശരിയാണ്. They have high melting point. Therefore, the incorrect statement is option number 2. Yes, dear students, thank you. So let me go to the next question. Chromium trioxide is red orange in color. The nature of oxide. മറ്റൊന്നും ഇവിടെ ഓർക്കണ്ട. ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ് പൊസസ് ചെയ്യുമ്പോൾ ലോവർ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ് ഇൻ വിച്ച് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്ട് ആസ് അസിഡിക്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്ട് ആസ് ബേസിക്, ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്ട് ആസ് ആംഫോട്രിക് ഇൻ നേച്ചർ. ഇവിടെ ക്രോമിയത്തിൻ്റെ 3 ഓക്സൈഡുകൾ കൺസിഡർ ചെയ്തു.
ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്രോമിയം ട്രയോക്സൈഡിലാണ് ഉള്ളത്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്രോമിയം മോണോക്സൈഡിലാണ് ഉള്ളത്. ഡൈക്രോമിയം ട്രയോക്സൈഡിൽ +3 ആണ് ഉള്ളത്. ഇന്റർമീഡിയറ്റ് ഉള്ളത്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളയാൾ അസിഡിക്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളയാൾ ബേസിക്, ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളയാൾ ആംഫോട്രിക്. Therefore, which is the correct option? Chromium trioxide ആണെന്നിരിക്കുന്നത്. Therefore, the correct option is option number 1. Okay, Alina Varghese, Anita Sachi, yes, Amy and Nainan, Ardi Radish. Very good. NCERT പോയിന്റ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. എന്നാലും അത് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ് അല്ലാത്തത് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇല്ലാതെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ തൊട്ട് മുൻപ് പറഞ്ഞ ആ സെന്റൻസ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഓഫ് ക്രോമിയം ഈസ് ആംഫോട്രിക്? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആംഫോട്രിക് നേച്ചർ പൊസസ് ചെയ്യുന്ന ആരാണ്? ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നതാണ് ക്രോമിയം ട്രയോക്സൈഡ് ആണ്. ദ ബേസിക് ക്യാരക്ടർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ മോണോക്സൈഡ് ഫോളോസ് വിച്ച് ഓർഡർ? ഇവിടെയും കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ബേസിക് ക്യാരക്ടർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ മോണോക്സൈഡ്സ് ഫോളോസ് ഓർഡർ വേർ എല്ലാവരുടെയും ഈ തന്നിരിക്കുന്ന 4 ആൾക്കാരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്. ആർക്കാണോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവ് അയാൾക്കായിരിക്കും ബേസിക് ക്യാരക്ടർ കൂടുതലുള്ളത്. ഓക്സൈഡുകളെല്ലാം ആർക്കാണോ ഇലക്ട്രോൺ പെയർ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതൽ അവിടെ ആയിരിക്കണം ബേസിക് ക്യാരക്ടർ കൂടുതൽ. ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ ചുരുക്കി. ഓക്കെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഞാൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്കും പോകുന്നു. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം ഈസ് ഓറഞ്ച്. ശ്രദ്ധിച്ചോണം ഓരോ പോയിന്റും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ബിക്കം യെല്ലോ ഓൺ ഇൻക്രീസിംഗ് ദ pH 7. ഓൺ പാസിംഗ് H2S അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ബിക്കം മിൽക്കി കളർ. സോഡിയം ഡൈക്രോമേറ്റ് ഈസ് പ്രിഫേർഡ് ഓവർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ വോളിമെട്രിക് അനാലിസിസ്. ഈ 4 സ്റ്റേറ്റ്മെന്റും കേൾക്കുമ്പോൾ ഇവിടെയും നമുക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ ഇതേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ NCERT ബുക്കിലെ പോയിന്റ് ഞാൻ എടുക്കുന്നു. അണ്ടർലൈൻ ചെയ്ത പോയിന്റ് ഒന്ന് നോക്കിക്കേ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ് ഇൻ വോളിമെട്രിക് അനാലിസിസ്. സോഡിയം ഡൈക്രോമേറ്റിന്റെ കാര്യം NCERT ബുക്ക് പറയുന്നില്ല. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോഡിയം ഡൈക്രോമേറ്റ് എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുൻപ് പഠിച്ച ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. സോഡിയം കോമ്പൗണ്ടുകൾ പൊതുവെ ഹൈഗ്രോസ്കോപ്പിക്കാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുകൾ ഈ സോഡിയം കോമ്പൗണ്ടിനുള്ളത് കൊണ്ട് സോഡിയം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വോളിമെട്രിക് അനാലിസിസിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഇതിന്റെ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വോളിമെട്രിക് അനാലിസിസിൽ സോഡിയം ഡൈക്രോമേറ്റിനേക്കാളും അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാത്തത്. ഒന്നാമത്തെ പോയിന്റ് വീട് കിട്ടി. അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കിക്കേ. ക്രോമേറ്റ് അയോൺ ഇൻ അസിഡിക് മീഡിയം. ക്രോമേറ്റ് അയോൺ ആണ്. ക്രോമേറ്റ് അയോൺ ഇൻ അസിഡിക് മീഡിയം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡൈക്രോമേറ്റ് അയോൺ. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം NCERT പറയുന്നില്ല. ക്രോമേറ്റ് അയോൺ യെല്ലോ കളറാണ്. അത് അസിഡിക് മീഡിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളറായിട്ട് മാറും. വീണ്ടും ഡൈക്രോമേറ്റ് അയോണിലേക്ക് ആൽക്കലൈൻ മീഡിയം അല്ലെങ്കിൽ ആൽക്കലി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആൽക്കലി ആഡ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ക്രോമേറ്റ് അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ എടുക്കുമ്പോൾ ഓറഞ്ച് കളറായിരിക്കും. നേരെ മറിച്ച് ആൽക്കലൈൻ മീഡിയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെല്ലോ കളറാണ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ക്രോമേറ്റ് അയോൺ. ഈ ഒരു പോയിന്റ് അല്ലേ നമുക്ക് NCERT ബുക്ക് ഇത് പറഞ്ഞു തരുന്നത്. അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളർ, ആൽക്കലൈൻ മീഡിയത്തിൽ ക്രോമേറ്റ് അയോൺ ആയിട്ട് മാറുന്നത് കൊണ്ട് യെല്ലോ കളർ. ഇനി തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ നിങ്ങൾ. ഫസ്റ്റ് ഓപ്ഷൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം ഈസ് ഓറഞ്ച് കറക്റ്റ് ആണ്. നമുക്ക് നോട്ട് ട്രൂ ആണ് വേണ്ടത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ബിക്കം യെല്ലോ ഓൺ ഇൻക്രീസിംഗ് ദ pH ബിയോണ്ട് 7. അതെ, ബേസിക് മീഡിയത്തിലേക്ക് പോകുമ്പോൾ pH 7 മുകളിലേക്ക് പോകുമ്പോൾ കളർ യെല്ലോ ആയിട്ട് മാറി. ഓൺ പാസിംഗ് H2S ത്രൂ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇറ്റ് ബിക്കം മിൽക്കി കളർ ബിക്കോസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിംഗ് ഏജന്റ്. സോഡിയം ഡൈക്രോമേറ്റ് ഈസ് പ്രിഫേർഡ് ഓവർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. റോങ്. യെസ്, അലീന വർഗീസ്. ഓക്കെ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകാമല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ.
The oxidation state of chromium in the final product formed by the reaction between potassium iodide and acidified potassium chromate solution. Oxidation state of chromium in the final product by the reaction between potassium iodide and acidified potassium dichromate. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ NCERT ബുക്കിലുള്ള കാര്യം ഞാൻ കാണിക്കുന്നുള്ളൂ. അതായത് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് അയോഡൈഡ് അയോണിനെ അയോഡിൻ മോളിക്കുളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് the oxidation state of potassium dichromate is changes from +6 to +3. അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എടുക്കുമ്പോഴല്ല, അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടോ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് 6+ നിന്ന് എങ്ങോട്ടേക്ക് പോയി, 3+ പോയി. ഇതെല്ലാം നമ്മളിവിടെ NCERT നോക്കി വെച്ചാൽ മതി. അസിഡിക് മീഡിയത്തിൽ 3+ ആയിട്ട് മാറി, ഇവിടെയും അസിഡിക് മീഡിയത്തിൽ 3+ ആയിട്ട് മാറി. ഇത് മനസ്സിലുണ്ടാകുമല്ലോ. ഈ റിയാക്ഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങളുടെ മനസ്സിൽ മതി. ആണല്ലോ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. ഏതാ ആൻസർ? നിഷ്പ്രയാസം നമുക്ക് പറയത്തില്ലേ, +3 അല്ലേ വരുന്നത്. Therefore the correct answer is option number 4. Yes, okay, thank you dear students. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം കൺവേർട്ടഡ് ടു ക്രോമിയം 3+. ഇതും ഞാൻ കൂടുതൽ പോകുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Which one of the following statement is correct when sulfur dioxide is passed through potassium dichromate solution? തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞ കാര്യം ഒരു ലെവലും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അസിഡിക് മീഡിയം ആണോ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആരായിട്ടാണ് മാറാൻ പാടുള്ളൂ? 3+. ഇവിടെ 3+ എങ്ങനെ തന്നെന്ന് മാത്രമേ ഉള്ളൂ, ക്രോമിയം സൾഫേറ്റ് ആയിട്ട് തന്നല്ലേ ഉള്ളൂ. Therefore here also the correct answer is option number 4. Yes, okay. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. In dichromate ion or dichromate ion is converted to chromate ion, the reaction, the change in oxidation state, ഡൈക്രോമേറ്റ് അയോണിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്, ക്രോമേറ്റ് അയോണിലും +6 ആണ്. അപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ചേഞ്ച് 0 ആണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. ക്രോമേറ്റ് അയോൺ ആണെങ്കിലും ഡൈക്രോമേറ്റ് അയോൺ ആണെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഇല്ല, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഇല്ല. ഓക്കെ. The color of compound formed when potassium permanganate is fused with potassium hydroxide. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? The first method given in our NCERT book is potassium permanganate is prepared by the reaction of pyrolusite manganese dioxide with potassium hydroxide in presence of oxygen. It is initially form green colored potassium manganate. നോക്കിക്കേ, potassium permanganate when fused with manganese dioxide and potassium hydroxide prepared when manganese dioxide or pyrolusite fused with potassium hydroxide. Initially a green colored potassium manganate is formed. അതിനെ അസിഡിക് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുമ്പോൾ മാത്രമാണ് ആരായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യലി പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിഷ്യലി ആരാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ്. Therefore which is the correct answer? Color of compound formed when potassium permanganate അല്ല, manganese dioxide is fused with potassium hydroxide. Manganese dioxide is fused with potassium hydroxide. മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. മാംഗനീസ് ഡയോക്സൈഡ് ഗ്രീൻ കളറാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ചോദ്യം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ല, മാംഗനീസ് ഡയോക്സൈഡ്. ഓക്കെ. Potassium permanganate is a strong oxidizing agent in acidic medium. To provide acidic medium, sulfuric acid is used instead of HCl. Why? NCERT ലുള്ള പോയിന്റ് ആണ്. When potassium permanganate is acidified with hydrochloric acid,
potassium permanganate itself an oxidizing agent. It oxidizes HCl to chlorine gas. Therefore, which is the correct answer? HCl is oxidized by potassium permanganate to chlorine gas. Okay. Chlorine gas is obtained by various reactions, but not by which method? ഈ 4 മെത്തേഡുകളിൽ ഏതാണ് ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാത്തത്? പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് HCl തമ്മിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ ഗ്യാസ് കിട്ടുമെന്നുള്ളത് ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാംഗനീസ് ഡയോക്സൈഡും കോൺസെൻട്രേറ്റഡ് HCl തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴും ക്ലോറിൻ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. പൊട്ടാസ്യം ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഫ്ലൂറിൻ മോളിക്യൂൾ ഓൾസോ പ്രൊഡ്യൂസസ് ക്ലോറിൻ മോളിക്യൂൾ. But when potassium chloride is treated with acidified potassium dichromate, dichromyl chloride CrO2Cl2 is produced. Chromyl chloride is produced, which is an orange red vapor. Therefore, the method which is not used to prepare chlorine gas is our second method. That is, by second method, it is used, or we can prepare orange red vapors of chromyl chloride. Okay. The product of oxidation of I- with the permanganate ion in alkaline medium. Alkaline medium അഥവാ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം എന്നാണ് എടുക്കേണ്ടത്. ഫെയിൻലി ന്യൂട്രൽ മീഡിയം അല്ലെങ്കിൽ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം. പ്രൊഡക്റ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് I- വിത്ത് പെർമാംഗനേറ്റ് അയോൺ. ഇതും NCERT കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അസിഡിക് മീഡിയം എടുക്കുമ്പോൾ, അസിഡിക് മീഡിയത്തിലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുന്നതെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് അയോഡൈഡ് അയോൺ, പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ മോളിക്യൂൾ. അയോഡൈഡ് അയോണിനെ അയോഡിൻ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയോഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം പൊട്ടാസ്യം അയോഡൈഡ്. ഏത് മീഡിയത്തിൽ? അസിഡിക് മീഡിയത്തിൽ. ബട്ട് ഇൻ ന്യൂട്രൽ മീഡിയം ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് iodide ion to iodate ion, iodide ion to iodate ion, IO3 മൈനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Therefore, so when we move to the question, the product of oxidation of I- with potassium permanganate അഥവാ പെർമാംഗനേറ്റ് അയോൺ ഇൻ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഏതാണ്? അയോഡേറ്റ് അയോൺ ആണ്, IO3 മൈനസ്. നേരെ മറിച്ച് അസിഡിക് മീഡിയം ആണ് എങ്കിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കണം? അയോഡിൻ മോളിക്യൂൾ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അവർ F ബ്ലോക്ക് എലമെന്റ്സ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് യൂറോപ്പിയം, ഗഡോലീനിയം, ടെർബിയം. വേറെ ഒന്നുമില്ല, ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ആ NCERT ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് നെക്സ്റ്റ് പറയുന്ന കാര്യം, സാർ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുഴുവൻ പഠിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഇവിടെ എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകത, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു പ്രത്യേകത വരുന്നത് ആരുടെയൊക്കെ കേസിലാണ്? ലന്താനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ലന്താനത്തിൻ്റെ കേസിൽ 6s2 5d1, ലുട്ടീഷ്യത്തിൻ്റെ കേസിൽ 6s2 5d1 4f14. പിന്നെ ഒരു എക്സെപ്ഷൻ വരുന്നത് യൂറോപ്യത്തിൻ്റെയും ഗഡോലീനത്തിൻ്റെയും ടെർബിയത്തിൻ്റെയും കേസിലാണ്. ശ്രദ്ധിച്ചോ, യൂറോപ്യത്തിൻ്റെ കേസിൽ ഏതാ വരുന്നത്? 6s2 4f7, ഗഡോലീനിയം 6s2 5d1 4f7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യവും ഗഡോലീനിയവും 4f7 തന്നെയാണ് പൊസസ് ചെയ്യുന്നത്. ഗഡോലീനത്തിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? 4f7 ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂറോപ്യത്തിൽ നിന്ന് ഗഡോലീനത്തിലേക്ക് വരുമ്പോൾ ആക്സസ് വരുന്ന ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോയി? 5d പോയി. ടെർബിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ 4f7 എന്നുള്ളത് എന്തായിട്ട് മാറി? 4f9 ആയിട്ട് മാറി. ഈ 3 ആൾക്കാരുടെയും ഒന്ന് ശ്രദ്ധിച്ചോളൂല്ലോ നിങ്ങൾ. ഇനി അതേപോലെ തന്നെ നമ്മൾ ആക്ടിനൈഡ്സിലേക്ക് പോകുമ്പോഴത്തേക്കും എക്സെപ്ഷൻ വരുന്നത് ആരുടെയൊക്കെ കേസിലാണ്? എക്സെപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യത്തെയും അവസാനത്തെയും ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്തു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യൂറോപ്യത്തിൻ്റെയും ഗഡോലീനത്തിൻ്റെയും ടെർബിയത്തിൻ്റെയും കേസിൽ ഓർത്തതുപോലെ തന്നെ ഇവിടെ അമരീഷ്യത്തിൻ്റെയും ക്യൂരിയത്തിൻ്റെയും ബെർക്കിലിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതേപോലെ തന്നെ കമ്പയർ ചെയ്യാമല്ലോ.
അവിടെ 6s2 4f7 6s2 5d1 4f7 6s2 4f9 വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തേ ഉള്ളൂ? 7s2 5f7 7s2 6d1 5f7 7s2 5f9. ഇത് കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഈ അവസാന സ്റ്റേജിൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് നിഷ്പ്രയാസം ചെയ്യത്തില്ലേ? യൂറോപ്പിയവും ഗഡോലീനിയവും ടെർബിയോ ചോദിച്ചിരിക്കുന്നത്. യൂറോപ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 6s2 4f7, ഗഡോലീനിയത്തിൻ്റെ 6s2 5d1 4f7, ടെർബിയം 6s2 4f9. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 4 അല്ലേ വരുന്നത്? ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, the correct order of ionic radii of yttrium 3+, lanthanum 3+, europium 3+, and lutetium 3+. Ionic radii, lanthanum 3+, yttrium 3+, lanthanum 3+, europium 3+, lutetium 3+. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നുവെച്ചാൽ മതി. ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയ കുറയുകയാണ് ഡ്യൂ ടു ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ? ഡ്യൂ ടു ദ ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 4 of ഇലക്ട്രോൺസ്. ഇതാ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാൻഡ്രൈഡ് കോൺട്രാക്ഷന്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 4 of ഇലക്ട്രോൺസ്. വീണ്ടും ശ്രദ്ധിച്ചോണം, അവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണം. ഡ്യൂ ടു ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ ദ അറ്റോമിക് റേഡിയോ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ്. Due to the Landride contraction, the atomic radii of elements in second and third transition series lies closely. അതുകൊണ്ടാണ് സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും അറ്റോമിക് റേഡിയോ എടുക്കുമ്പോഴും നിയോബിയത്തിൻ്റെയും ടാൻഡലത്തിൻ്റെയും അറ്റോമിക് റേഡിയോ എടുക്കുമ്പോൾ അറ്റോമിക് റേഡിയോ ലൈസ് ക്ലോസ്ലി. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ ഓർത്തോണം. ലാൻഡ്രൈഡ് കോൺട്രാക്ഷന്റെ കാരണം എന്താണ്? ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 4 of ഇലക്ട്രോൺസ്. ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആണ് അറ്റോമിക് റേഡിയോ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ലൈസ് ക്ലോസ്ലി. റേഡിയോ തേർഡ് ട്രാൻസിഷൻ സീരീസ് ടു ബി വെരി സിമിലർ ടു ക്ലോസ് ടു ദാറ്റ് ഓഫ് സെക്കൻഡ് സീരീസ്. NCERT സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ സിമിലാരിറ്റി വരുന്നതാണ് നിയോബിയും ടാൻഡലും. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ആക്ടിനൈഡ്സിൻ്റെ കോൺട്രാക്ഷൻ കൂടെ ഓർത്തോണം. ദ റീസൺ ഫോർ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ഈസ് ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 5 of ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിലേക്ക് പോയിക്ക്. ദ കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയോ ഓഫ് ഇട്രിയം 3+, ലന്താനം 3+, യൂറോപ്പിയൻ 3+, ലുട്ടീഷ്യൻ 3+. ഇവിടെ എപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വരുന്നത് ഇട്രിയം നമ്മുടെ F ബ്ലോക്ക് എലമെന്റ് അല്ല, D ബ്ലോക്ക് എലമെന്റാ. സൈസ് ഏറ്റവും കുറവായിരിക്കും. ലന്താനവും ലുട്ടീഷ്യൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഏറ്റവും കുറവാർക്കാ? ലുട്ടീഷ്യൻ 3+ന്. ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കണം? ലന്താനം 3+നായിരിക്കണം. യൂറോപ്യം ഇൻ ബിറ്റ്വീൻ വന്നു. ഇത്രയും നമുക്ക് മനസ്സിലായി. പക്ഷേ ഇട്രിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലുട്ടീഷ്യത്തിനേക്കാളും സൈസ് കുറവാണ് ആർക്ക്? ഇട്രിയത്തിന്. കാരണം സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലുള്ള ഫസ്റ്റ് എലമെന്റാ. ദെയർഫോർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 4 അല്ലേ? അപ്പം ഓഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ എഫ് ബ്ലോക്ക് എലമെന്റിന്റെ കൂടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഓഡ് ആയിട്ട് ആര് തന്നേ ഉള്ളൂ? ഇട്രിയം തന്നേ ഉള്ളൂ. ഓക്കെ, ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു, കൂടുതൽ നമ്മൾ പറയേണ്ട, NCERT ബുക്കിലുള്ള അതേ കാര്യം തന്നെ, ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ഓഫ് ഔട്ടർ ഇലക്ട്രോൺസ് ബൈ 4 of ഇലക്ട്രോൺസ്. ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമോങ് ദ ഫോളോയിങ്. 4 of and 5 of ഓർബിറ്റൽസ് ആർ ഈക്വലി ഷീൽഡഡ്. അല്ല, ദ ഷീൽഡിംഗ് പവർ ഓഫ് 5 of ഇലക്ട്രോൺസ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് 4 of ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ കൂടുതലൊന്നും പോകാതെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ 1. സിമിലർ സൈസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ എലമെന്റ്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. Similar size of second and third transition series are observed on the basis of Landride contraction. NCERT ഉള്ള ഒരു പോയിന്റ് ഞാൻ തന്നേ ഉള്ളൂ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, തേർഡ് ട്രാൻസിഷൻ സീരീസ്. അറ്റോമിക് റേഡിയോ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ആർ ലൈസ് ക്ലോസ്ലി. ഓക്കെ,
An increase in both atomic and ionic radii with atomic number occur in any group of periodic table in accordance to this ionic radii of titanium, zirconium. It is given as a 0.68 Armstrong and 0.7 Armstrong. എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിൻ്റെ സിർക്കോണിയത്തിൻ്റെയും അറ്റോമിക് റേഡിയ തമ്മിൽ സൈസ് ഡിഫറൻസ് കൂടുതലാണ്. ഹാഫ്നിയത്തിലേക്ക് വന്നപ്പോഴത്തേക്കും 0.75. ദാറ്റ് മീൻസ് അറ്റോമിക് റേഡിയ ഓഫ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഈസ് ഓൾമോസ്റ്റ് സെയിം. സിർക്കോണിയത്തിൻ്റെ അറ്റോമിക് റേഡിയ 0.74 ആണെങ്കിൽ ഹാഫ്നിയത്തിൻ്റെ അറ്റോമിക് റേഡിയ 0.75 ആണ്. സിമിലർ ഓർ ക്ലോസ്ലി റിലേറ്റഡ്. വൈ? ഒറ്റ കാരണം ഏതാണ്? ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ ഈസ് ദ അക്യൂമുലേഷൻ ഓഫ് സക്സസീവ് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഡിക്രീസ്, അറ്റോമിക് റേഡിയിലുള്ള ഡിക്രീസിനെയാണ് ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റാ. As a result of Landride contraction, the properties of 4D series of transition elements have no similarities with the 5D series. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ that 4D series, the properties of 4D series of transition elements, 4D series ആണ് കേട്ടോ. 4D series എന്ന് പറയുമ്പോൾ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ എലമെന്റ്സും 4D സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ എലമെന്റ്സും 5D സീരീസ്, തേർഡ് ട്രാൻസിഷൻ എലമെന്റ്സിനെയും അറ്റോമിക് റേഡിയ തമ്മിൽ സിമിലർ ആണെന്നാണ് നമ്മൾ കണ്ടത്. സിമിലർ അല്ലെന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. Therefore, it is the wrong statement. Shielding power of 4 of electrons is quite weak. കറക്റ്റ് ആണ്. There is a decrease in radii of atoms or ions. One proceed from lanthanum to lutetium. Landride contraction. Yes, dear students. Sunil, Gada, yes, very good. അവസാന നിമിഷവും ലൈവായിട്ട് നിൽക്കുന്നതിന് വളരെ സന്തോഷം. മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻഡ്രോയിഡ്സ് +3 ആണ് വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. പക്ഷേ യൂറോപ്യം ഇട്രബിയും +3 കൂടാതെ +2 പൊസസ് ചെയ്യുന്നുണ്ട്. സീറിയോൺ ടെർബിയും +3 കൂടാതെ +4 പൊസസ് ചെയ്യുന്നുണ്ട്. ഈ ആൾക്കാരുടെ പ്രത്യേകം ഒന്നോർത്തോണം. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെങ്കിലും യൂറോപ്യം ഇട്രബിയും മറ്റാൾക്കാരുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട രണ്ടാൾക്കാരാണ്. യൂറോപ്യം ഇട്രബിയും +3 കൂടാതെ +2 ഉണ്ട്. സ്റ്റേബിൾ +3 ആണ്, പക്ഷേ +3 കൂടാതെ +2 കൂടെ പൊസസ് ചെയ്യുന്നുണ്ട്. സീറിയോൺ ടെർബിയവും സ്റ്റേബിൾ +3 ആണെങ്കിലും +3 കൂടാതെ +4 കൂടെ പൊസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂറോപ്യവും ഇട്ടർബിയവും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ, യൂറോപ്യവും ഇട്ടർബിയവും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷോ എ സ്ട്രോങ് ടെൻഡൻസി ടു കൺവേർട്ട് ടു 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. സീറിയോൺ ടെർബിയും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷോ എ സ്ട്രോങ് ടെൻഡൻസി ടു കൺവേർട്ട് ടു മോർ സ്റ്റേബിൾ +3 ഓർ ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ. ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻഡ്രൈഡ്സ് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻഡ്രോയിഡ്സ് ആർ +3. ഇൻ അക്വ സൊല്യൂഷൻ യൂറോപ്യം 2+ ആക്ട് ആസ് ആൻ, യൂറോപ്യം 2+ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. യൂറോപ്യം 2+ ആരായിട്ട് മാറാനുള്ള ടെൻഡൻസി ആണുള്ളത്? മോസ്റ്റ് സ്റ്റേബിൾ യൂറോപ്യം 3+ അല്ലേ? അഥവാ യൂറോപ്യം 2+ ആരായിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡേഷൻ നടത്തുന്നു, അഥവാ റെഡ്യൂസിങ് ഏജന്റ്. Therefore, the correct answer option number 2. പെട്ടെന്ന് ആൻസർ ചെയ്തു പോകാമെന്നുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. സീറിയം ക്യാൻ ഷോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +4. സീറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. 6s2 5d1 4f1. സീറിയം 6s2 5d1 4f1. എന്തുകൊണ്ടാണ് സീറിയം 4+ പൊസസ് ചെയ്യുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സിനോൺ ഉണ്ട് ഇവിടെ. സീറിയം 4+ന്റെ കേസിൽ ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കിട്ടുന്നത്? സിനോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ കിട്ടുന്നത്? 6s0 5d0 4f0. Therefore, the correct answer is option number 3. അടുത്തതും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. The maximum oxidative state is shown by actinoids. NCERT maximum oxidative state +7 പൊസസ് ചെയ്യുന്നത്. ആ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരാ?
നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയം +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +3. രണ്ടാമത്തെ പ്രത്യേകത കണ്ടു. മൂന്നാമത്തത്, എന്തുകൊണ്ടാണ് ആക്നോഡ്സ് ലാൻഡ്രോഡ്സിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അതിനും എക്സ്പ്ലനേഷൻ നമ്മുടെ NCERT ബുക്കിലുണ്ട്. ഡ്യൂ ടു ദി കമ്പയറബിൾ സൈസ് ഓഫ് 5f 6d ആൻഡ് 7s അറ്റോമിക് ഓർബിറ്റൽ. 3 കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആക്നോഡ്സിൽ കാണിക്കുന്നത് നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവും. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം ഡ്യൂ ടു ദി കമ്പയറബിൾ എനർജി ഓഫ് 7s 6d ആൻഡ് 5f അറ്റോമിക് ഓർബിറ്റൽ. ഈ 3 കാര്യങ്ങൾ ഓർക്കത്തില്ലേ? തൊട്ട് മുൻപിലുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7. അടുത്ത ചോദ്യം നോക്കിക്കേ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. എത്ര എളുപ്പം നമുക്ക് ആ ഒരൊറ്റ സിംഗിൾ പോയിന്റിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്തു പോകാം. മോർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ എക്സിബിറ്റഡ് ബൈ ആക്നോഡ്സ് ദാൻ ബൈ ലാൻഡ്രോയിഡ്സ്. ദ മെയിൻ റീസൺ ഈസ് കമ്പയറബിൾ എനർജി ഡിഫറൻസ് ഓഫ് 7s 6d ആൻഡ് 5f. ആൻസർ ഏതാ വരുന്നത്? കമ്പയറബിൾ എനർജി ഡിഫറൻസ് വളരെ കുറവായിരിക്കും. കമ്പയറബിൾ എനർജി ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടി. എനർജി ഡിഫറൻസ് കുറവെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പം മോർ എനർജി അല്ല വരുന്നത്, ലെസർ എനർജിയാണ് വരുന്നത്. പെട്ടെന്ന് ഒന്നും കൂടെ നോക്കിക്കേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെസർ എനർജിയാണ് വരുന്നത്. എനർജി ഡിഫറൻസ് കുറവാണ്. therefore the correct answer is ഓപ്ഷൻ നമ്പർ 3 അല്ലേ വരുന്നത്. 7sന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ലെസർ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 5f ആൻഡ് 6d ഓർബിറ്റൽ ദാൻ 4f ആൻഡ് 5d ഓർബിറ്റൽ. 5fഉം 6dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആരെക്കാളും കുറവാണ്. 4fഉം 5d ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസിനേക്കാളും കുറവായതുകൊണ്ട് ലാൻഡ്രോയിഡ്സിനെ അപേക്ഷിച്ച് ആക്നോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. 7sലുള്ള ഇലക്ട്രോൺ കൂടാതെ ഏതൊക്കെ ഇലക്ട്രോൺസിനും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? 5fലുള്ള ഇലക്ട്രോൺസും അതുപോലെ തന്നെ 6dയിലുള്ള ഇലക്ട്രോൺസിനും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ആക്നോഡ്സിന്റെ കേസിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഈ ഈവനിങ്ങിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ NCERTയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ NCERTയിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ D&F എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോഴും തിയറി ബേസ്ഡ് ആയിട്ട് തന്നെ പോകാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ തിയറി പഠിക്കുമ്പോൾ കുറേയും കൂടി നമ്മൾ ആ തിയറി ഓർത്തിരിക്കും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച്.